إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. തീർച്ചയായും അല്ലാഹുവാണ് റബ്ബെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത് കടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ആളുകൾ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുന്നവർ പിന്നെ അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ ഈമാനിനെ പരിപോഷിപ്പിക്കുന്ന ആ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇസ്തിഖാമത്തിലായി കഴിയുന്നവർ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും ഭയപ്പെടേണ്ടവരല്ല, അവരൊരിക്കലും ദുഃഖിക്കുന്നവരല്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗവാസികളാണ്. ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ സ്വർഗ്ഗത്തിൽ ശാശ്വതമായി കഴിയുന്നവരാണ്. കാരണം അവർ അധ്വാനിച്ചതിന്റെ പ്രതിഫലമാണത്രേ ഈ സ്വർഗ്ഗം. ആ സ്വർഗ്ഗത്തിൽ അവർ ശാശ്വതമായി കഴിയുന്നവരാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവർ, അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പ്രഖ്യാപിച്ചവർ, പിന്നെ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സൽക്കർമ്മങ്ങൾ ചെയ്തുന്ന വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ, അത്തരം വിശ്വാസികളോട് അല്ലാഹു പറയുന്നത് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ലത്രേ, അവരൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. വിശ്വാസികളുടെ പവിത്രതയാണ് മാത്രമാണ് അല്ലാഹു തആല ഇതിലൂടെ വിശദീകരിക്കുന്നത്. അല്ലാഹു ഈ ഭൂമിയിൽ അവർക്ക് നൽകുന്ന മഹത്വം, ഈ ഭൂമിയിൽ അവർക്ക് നൽകുന്ന അനുഗ്രഹം, പിന്നീട് അവസാനം അല്ലാഹു പരലോകത്ത് കൊടുക്കുന്ന സ്വർഗ്ഗത്തിന്റെ ശാശ്വതമായ ജീവിതം, ഇതെല്ലാം അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, വിശ്വാസികൾ പലതരത്തിലാണുള്ളത്, അവർ പല പദവിയിലാണുള്ളത്. ഒരാൾ ഈമാനല്ല, മറ്റൊരാൾക്കുള്ള ഈമാൻ, പലരുടെയും ഈമാൻ വ്യത്യാസമാണ്. ഈമാൻ എല്ലാവർക്കും നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള അധ്വാനത്തിലുള്ള വ്യത്യാസം അനുസരിച്ച് ഈമാന്റെ പവർ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. അതല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെയും ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെ ഈമാനിനെയും തുലാസിൽ വെച്ച് തൂക്കി നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തൂക്കം ഏറുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ ചുരുങ്ങുകയും ചെയ്യും. കേവലം വിശ്വാസികളായാൽ പോലുള്ള സഹോദരങ്ങളെ, കേവലം വിശ്വാസിയായാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് വിശ്വാസം, ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിനെ പരിപോഷിപ്പിച്ച് നിലനിർത്തി അത് അഴിഞ്ഞു പോകാതെ വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. അതിനാണ് നമ്മൾ നിസ്കാരം കൃത്യമായി സമയത്തിന്റെ പരിമിതമായി നിസ്കരിക്കണമെന്ന് പറഞ്ഞത്, അതിനാണ് നോമ്പുകൾ ഖളാഅാതെ പിടിക്കണമെന്ന് പറഞ്ഞത്, അതിനാണ് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്, അതിനാണ് ആഹാരത്തിന്റെ അവസരം വരുമ്പോൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് പറഞ്ഞത്, അതിനാണ് മാതാപിതാക്കളുടെ ബന്ധങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറി മാറുകയും അല്ലാഹു ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛികമായി സുന്നത്തായി പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ മുറവ് തെറ്റാതെ തുടർന്ന് അധ്വാനത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പദവിയാണ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കത്രേ അന്തിമ വിജയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരിൽ അവരുടെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ മകുടോദാഹരണമാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്കുണ്ടല്ലോ, അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കുണ്ടല്ലോ. ലാ ഖൗഫുൻ അലൈഹിം
അവർക്ക് ഇവിടെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഏതൊക്കെ ആളുകൾ അധികാരത്തിൽ വന്നാലും, ആരാണ് ഭരണാധികാരിയെങ്കിലും, ആരാണോ ഇവിടെ അക്രമം നടത്തിയിട്ട് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിലും, അവർക്കൊന്നിന്റെയും മുമ്പിൽ ആരെയും ഭയപ്പെടുന്നവരല്ല അവർ. മറ്റാര് ദുഃഖിച്ചാലും ഒരിക്കലും അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖമുണ്ടാവുകയില്ല. വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവര് വിശ്വാസികളത്രേ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളാണത്രേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി ഇബാദാ, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ അടിമകളിൽ ചില അടിമകളുണ്ട്, യഗ്ബിതുഹുൽ അംബിയാഉ വശുഹദാ, ശുഹദാക്കളും അല്ലാഹുവിന്റെ അമ്പിയാക്കളും അവരുടെ പദവിയെ ആഗ്രഹിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രബോധകരായി ലോകത്ത് അല്ലാഹു തെരഞ്ഞെടുത്തു വിട്ട അമ്പിയാക്കളുണ്ടല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന അല്ലാഹുവിന്റെ നബിമാരുമല്ലോ. മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി തന്റെ ശരീരവും മറ്റു മാംസവും സമർപ്പിച്ചു പോയ ശുഹദാക്കളായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പദവി എത്ര ഉയരത്തിലാണ്, എത്ര വലിയ പദവിയാണ്, എത്ര വലിയ സ്ഥാനമാണ് അല്ലാഹു കൊടുക്കുന്നത്. പക്ഷേ അവര് പോലും മോഹിച്ചു പോകുന്ന, അവര് പോലും ഈ പറയപ്പെട്ട ചില അല്ലാഹുവിന്റെ അടിമകളുണ്ട്, അവരുടെ സ്ഥാനമാനങ്ങളെ കണ്ടുകൊണ്ട് ആ സ്ഥാനം കിട്ടിയിരുന്നെങ്കിലെന്ന് മോഹിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഖീല മൻ യാ റസൂലല്ലാഹ്, സഹാബികൾ ചോദിക്കുകയാണ്, നബിയേ അവരാരാധ നബിയേ, ലഅല്ലനാ നബിയുഹു, ഞങ്ങൾക്ക് അവരെ ഒന്ന് ഇഷ്ടപ്പെടാമല്ലോ നബിയേ, ഞങ്ങൾക്ക് അവരെ ഒന്ന് ഇഷ്ടപ്പെടാമല്ലോ നബിയെ. അതുകൊണ്ട് ആരാണ് കൂട്ടര് ഇത്രയും വലിയ പദവിയിലേക്ക് ഉയർന്നു വന്നവരാരാണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും ഖൗമുൻ തഹബ്ബു ഫില്ലാഹ്, അവർ അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സമൂഹമാണ്. മുതലിന്റെ പേരിലോ കുടുംബ ബന്ധത്തിന്റെ പേരിലോ ഇഷ്ടപ്പെടുന്നവരല്ല. അവരുടെ മുഖങ്ങളെല്ലാം പ്രകാശിക്കുന്നവരാണ്. ജനങ്ങളെല്ലാരും ഭയപ്പെട്ടാലും അവർ ഭയപ്പെടുകയില്ല. ജനങ്ങളെല്ലാരും ദുഃഖിച്ചാലും അവർ ദുഃഖിക്കുന്നവരേ അല്ല. എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്തതാ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേൾപ്പിക്കുകയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണേ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് ഭയമില്ല, അവർ ദുഃഖിക്കുന്നവരുമല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകതയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വമാണ്, സ്ഥാനമാണ്. അള്ളാഹുവിന്റെ റസൂലും ഇതിലൂടെ അമ്പിയാക്കളുടെ അനന്തരകാലങ്ങളാണ് ഈ ഔലിയാക്കൾ. അവരാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത പദവി പോലെ അവരുടെ ജനനത്തിന്, അവരുടെ മരണത്തിന്, അവർ ബന്ധപ്പെട്ടതിന്, അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഖബർസ്ഥാനങ്ങൾക്ക് ഒക്കെ അല്ലാഹു തആല വലിയ പദവിയും മഹത്വവും നൽകിയിട്ടുണ്ട് അമ്പിയാക്കൾ. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കപ്പെട്ട പ്രസവിക്കപ്പെട്ട ബൈത്തുൽ ലഹം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഇവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കൂ നബിയേ. നബി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് ചോദിക്കുന്നു, നബിയേ എവിടെയാണ് നബിയെ ഇവിടെ നിസ്കരിച്ച സ്ഥലമേതെന്ന് അറിയുമോ?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ, എനിക്കറിയില്ല എന്ന് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ടത്. ആ സ്ഥലത്തിന് മഹത്വമുള്ളത് കൊണ്ടാണ് നബിയോട് അവിടെ നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. അപ്പൊ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കൊക്കെ അല്ലാഹു നൽകുന്ന പദവി സ്ഥാനവും വലുതാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷങ്ങളുണ്ട്. അവരാഗ്രഹിക്കുന്നതെല്ലാം അല്ലാഹു തആല അവർക്ക് നൽകും. ഇതെല്ലാം ഖുർആന്റെ സാക്ഷ്യമാണ്. ഈ ഭൂമിലോകത്ത് അവർ ഇഷ്ടപ്പെടുന്നതും അവർ മരിച്ചാൽ അവരുടെ പരലോകത്ത് അവർ ആഗ്രഹിക്കുന്നതും അവരെന്താണോ മോഹിക്കുന്നത് മുഴുവനും അല്ലാഹു അവർക്ക് കൊടുക്കുമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഔലിയാക്കളെ നിസ്സാരമായി കാണരുതേ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ മഹാന്മാരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. മന്നാദാലി വലിയൻ ആദന്തു ബിഹി ഹർബൽ ബിൽ ഹർബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഒരു ഖുദ്സിയായ ഹദീസാണ്, മന്നാദാലി വലിയൻ, ആരെങ്കിലും നിന്റെ ഔലിയാക്കളെ ഉപദ്രവിച്ചാൽ, ആരെങ്കിലും നിന്റെ ഔലിയാക്കളെ വിഷമിപ്പിച്ചാൽ, ആരെങ്കിലും നിന്റെ ഔലിയാക്കളെ നിന്ദിച്ചാൽ, ആരെങ്കിലും നിന്റെ ഔലിയാക്കളെ കൊടുക്കേണ്ട സ്ഥാനമാനങ്ങൾ കൊടുക്കാതിരുന്നാൽ ആദന്തുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞതായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവർക്ക് വലിയ സ്ഥാനങ്ങളുണ്ട്, അതിന് നമ്മൾ അംഗീകരിക്കണം. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഈമാനിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് അവരെ അംഗീകരിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുത്തതുപോലെ നിരവധി കറാമത്തുകളും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതും ഖുർആന്റെ സാക്ഷ്യമാണ്. മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അസ്ഹാബുൽ കഹ്ഫിന്റെയും ചരിത്രങ്ങളെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ടല്ലോ. അവിടെ അവർക്ക് അല്ലാഹു തആല കൊടുത്ത കറാമത്തിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ ബിഖബൂലിൻ ഹസൻ ഫഅംബതാ നബാതൻ ഹസന വകഫലഹാ സക്കരിയ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭിണിയാകുന്ന സംഭവം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ അന്നുണ്ടായിരുന്ന സമൂഹം മുഴുവനും നിഷേധിക്കുകയാണ്, മോശക്കാരി എന്ന് വിളിക്കുകയാണ്, വ്യഭിചാരി എന്ന് പോലും പറഞ്ഞവരുണ്ട്. ജനിക്കാൻ പോകുന്ന ഗർഭിണിയായിരിക്കുന്ന ഗർഭത്തിലേക്ക് ശിശുവിനെ കുറിച്ച് മോശമായി പറഞ്ഞവരുണ്ട്. ജാരസന്തതിയാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഇന്നത്തെ ജൂതന്മാര്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മോശപ്പെട്ട സ്ത്രീ എന്നല്ലേ ജൂതന്മാരെ വിശ്വസിക്കുന്നത്. എന്നാൽ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധയായ സ്ത്രീയാണെന്നും അല്ലാഹു അവരെ സ്നേഹിച്ചിരിക്കുന്നു, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധ ഇസ്ലാമാണ് ആ പദവി നൽകിയിട്ടുള്ളത്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതാ നബാതൻ ഹസന വകഫലഹാ സക്കരിയ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ മിഹ്റാബ്. എല്ലാവരുടെയും ആക്ഷേപങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കഥ ഒരു മുറിയിൽ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ആരുടെയും ശല്യമില്ലാതെ മാറിയിരിക്കുമ്പോ തന്റെ ദുഃഖമെല്ലാം മറക്കുന്നതിന് വേണ്ടി ഏകാന്തവാസത്തിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് കയറി ചെല്ലാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയെല്ലാം കടന്നു ചെല്ലുന്ന സന്ദർഭങ്ങളിലെല്ലാം വജദ ഇൻദഹാ റിസ്ഖാ,
അവിടെ അതാ ഭക്ഷണം ഇരിക്കുന്നത് കാണാം. വേറൊരാളും കൊണ്ടു കൊടുക്കാൻ അങ്ങോട്ട് പ്രവേശനമില്ല. താനാണെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുമില്ല. ആശ്ചര്യത്തോടെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, ഖാലമാ യാ മറിയം അന്നാ ലകി ഹാദാ, മറിയമേ ഇതെവിടുന്നാണ്, മറിയമേ ഈ ഭക്ഷണം എവിടുന്നാണ്? ആശ്ചര്യത്തോടെയുള്ള ചോദ്യമാണ്. അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അവിടെ ഇരിക്കുന്ന ഭക്ഷണം ആ നാട്ടിൽ നിലവിൽ ലഭിക്കുന്ന ഭക്ഷണമല്ല. ആ നാട്ടിൽ അന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത പലവർഗങ്ങളാണ്. ഇത് കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ ചോദിക്കുന്ന സമയത്ത് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ തിരിച്ചു മറുപടി പറയുന്നത്, ഖാലതു മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. ഇത് അള്ളാഹുവിന്റെ മഹതിയായ അള്ളാഹുവിന്റെ വിലായത്ത് ലഭിച്ച മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. എന്നിട്ട് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, സംശയിക്കണ്ട കേട്ടോ, ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സംശയം വേണ്ട. ഇന്നല്ലാഹ യർസുഖു മൻ യശാ, ലോകത്തിന് വരാനിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംശയങ്ങൾക്ക് മറുപടി പറയുകയാണ് വിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്നതിൽ കണക്കുണ്ടാവില്ല. കാര്യകാരണങ്ങളെ ബന്ധപ്പെടുത്തണമെന്നില്ല. അസാധാരണമോ സാധാരണമോ എന്ന നോട്ടമില്ല. അവന്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുമ്പോ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പിന്നെന്തിനാ നമ്മൾ സംശയിക്കുന്നത്? പിന്നെന്തിനാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചെയ്യുന്ന അവരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതകരമായ കറാമത്തുകളെ സംശയത്തോടെ നോക്കുന്നത്? അതങ്ങനെ വരാൻ പറ്റുമോ, ഇങ്ങനെ വരാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നത്? വിശുദ്ധ ഖുർആൻ അതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ, അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു കൊടുക്കും. അല്ലാഹു അങ്ങനെ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ എവിടെയാണ് സഹോദരങ്ങളെ? നമ്മൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ഇസ്ലാമിന് പുറത്തു പോകില്ലേ? അല്ലാഹു തആല കൊടുക്കും എന്ന് അല്ലാഹല്ലേ പറയുന്നത്. ബിഗൈരി ഹിസാബ്, കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പരിധിച്ചേക്കാൻ പറ്റുമോ? ഒരു കണക്കും ഉണ്ടാവില്ല. ആ കൊടുക്കലിന് ഒരു പരിധിയും ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിനെ അല്ലാഹു തആല ബഹുമാനിച്ചില്ലേ? അവർക്ക് അല്ലാഹു തആല ബഹുമാനിച്ചുകൊണ്ട് 309 കൊല്ലക്കാലം ഉറക്കിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള അവസ്ഥയിൽ അല്ലാഹു ആ കഹ്ഫിൽ താമസിപ്പിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു അവരെ ഉണർത്താതിരിക്കാൻ അവരെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ ഗുഹാമുഖത്തിൽ നിന്നും വലതുഭാഗത്തേക്കും സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി തിരിയുമ്പോൾ ആ സൂര്യപ്രകാശം ഉള്ളിലേക്ക് അടിച്ചിട്ട് അവർ ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടതുഭാഗത്തേക്കും സൂര്യനെ ചരിച്ചു സഞ്ചരിപ്പിച്ചു എന്നത് വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യമല്ലേ? وإذا ضربت تقرضهم ذات الشمال وهم في فجوة منه. ആ യുവാക്കളാകുന്ന സംഘം അവിടെ ഉണ്ടായിരിക്കെ അല്ലാഹു സൂര്യനെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ചരിച്ച് സഞ്ചരിപ്പിച്ചില്ലേ? അത് നബിയെ തങ്ങൾ കാണുന്നില്ലേ? സംശയിക്കണ്ട കേട്ടോ, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അത് അത്ഭുതകരമായ പ്രവർത്തനമാണ്. അത് അല്ലാഹു അവരെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്തതാണ്. ആ ബഹുമാനമാണ് അല്ലാഹു തആല അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനവും അല്ലാഹു നൽകുന്ന അത്ഭുതകരമായ കറാമത്തുകളും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന സൂറത്തല്ലേ സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീനിൽ കാണാമല്ലോ, وجاء من أقصى المدينة رجل يسعى قال يا
قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. മഹാനായ സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാര്, ഇസ്ലാമിന്റെ സന്ദേശവുമായി ഈസാ നബിയുടെ ദൂതന്മാര്, സാദുക്കും മസ്ദൂഖും സലൂഖും എന്ന് പറയുന്ന ദൂതന്മാർ അന്താക്കിയ സമൂഹത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ സന്ദേശങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുമ്പോ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് നിഷേധികളായ സമൂഹം അവരോട് പറഞ്ഞു തരുന്നക്കും വലിയ മസ്സന്നക്കും മിന്നാദാബിൻ അലീം, നിങ്ങളെ ഞങ്ങളെ എറിഞ്ഞു കൊല്ലും, നിങ്ങളെ പണി നിർത്തണം, ഈ പ്രബോധനം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ കയർക്കുമ്പോൾ ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്നും അതാ ഒരു മനുഷ്യൻ ഓടി വരികയാണ്. ആ വരുന്ന ആള് ഓടി വന്നിട്ട് ഈ ദൂതന്മാരെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന സമൂഹത്തോട് പറയുകയാണ്, അല്ലയോ സഹോദരങ്ങളെ, ഈ ദൂതന്മാരെ നിങ്ങൾക്ക് പിൻപറ്റിക്കൂടെ? അവരൊരിക്കലും നിങ്ങളെ ക്ഷണിക്കുന്ന ആ സത്യത്തിന്റെ പാന്താവിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് കൂലിയൊന്നും ചോദിച്ചില്ലല്ലോ, ആ വയല് പറയുന്നതിന് കൂലിയൊന്നും അവര് ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് അവരുടെ കൂടെ അവര് പറയുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്കൊന്ന് കേട്ടൂടെ എന്ന് ചോദിക്കുമ്പോ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിന്ന, അവർക്കെതിരെ മുട്ടി ചുട്ടിക്കൊണ്ട് നിന്ന ആളുകൾ ഈ മനുഷ്യന്റെ നേർക്ക് തിരിയുകയാണ്. ഈ മനുഷ്യനെ അവർ തല്ലിക്കൊന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മരിച്ചു വീഴുന്ന മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മനുഷ്യനാണ് ആ സഹോദരൻ. അള്ളാഹുവിന്റെ വലിയായിരുന്നു. അള്ളാഹുവിന്റെ ദീനിലേക്ക് വിശ്വസിച്ച് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൂതന്മാർക്ക് പിന്തുണ നൽകിയ ആളാണ്. ആ മഹാനുഭാവൻ മരിച്ചു വീണതിന് ശേഷം അതാ വിളിച്ചു പറയുന്നു, വിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. സൂറത്ത് യാസീനിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖീല ദുഖുൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്നോടിതാ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എന്റെ സമൂഹമേ, അവരൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു തആല എന്നെ സ്വർഗത്തിൽ കടത്തുകയും സ്വർഗത്തിൽ പോകാൻ എന്നോട് ആവശ്യപ്പെടുകയും എന്നെ അല്ലാഹു ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതുവരെ അറിഞ്ഞില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മരിച്ചുപോയ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? എത്രയോ ചരിത്രകാരന്മാർ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവര് ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും അള്ളാഹു തആല നൽകുന്ന പദവിയും സ്ഥാനവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അവരിൽ നിന്ന് പല അത്ഭുതങ്ങളും സംഭവിക്കാം, അവരിൽ നിന്ന് പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാ കിറാമിൽ നിന്നും എത്രയോ അത്തരം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന ശുഹദായായി വെട്ടി വീണ് കിടക്കുന്ന മനുഷ്യന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാനും തലയോട്ടിയെടുത്തിട്ട് അതിൽ കള്ളു കുടിക്കാനും പ്രതിജ്ഞ എടുത്തുകൊണ്ട് നേർച്ച ചെയ്തിരുന്ന ശത്രുപക്ഷത്തെ ഒരു തള്ളയുണ്ടായിരുന്നു. മരിച്ചു വീണ് കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ അതിന് അയാളുടെ തലയെടുത്തുകൊണ്ട് വരാൻ വേണ്ടി, ആ സഹാബിയുടെ തലയെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശപഥം ചെയ്തിരിക്കുന്ന ആ മാതാവ് തന്റെ കൂട്ടത്തിലുള്ള ആളുകളെ പറഞ്ഞേക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിന്റെ അടുക്കലേക്ക് പോലും അവർക്ക് ചെല്ലാൻ കഴിയാത്ത വിധം അല്ലാഹു ആ ശരീരത്തെ ബഹുമാനിക്കുകയാണ്. ഈച്ചകളെ കടന്നൽ കുഞ്ഞുങ്ങളെ പോലെ ഈച്ചകളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു, തേനീച്ചകളെ കൊണ്ട് പൊതിയുകയാണ്. അവർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം ഈച്ചകൾ അവരെ കുത്തി അകറ്റുമ്പോൾ
ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അടുക്കിലേക്ക് പോലും വരാൻ കഴിയാത്ത വിധം ശത്രുക്കൾ തിരിഞ്ഞുപോയി എന്ന് ഇമാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ നാം അനുസരിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അവരെ ഇഷ്ടപ്പെടണം, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ ഓർക്കണം. ഈ സമൂഹത്തിൽ അവരെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് വരുന്ന തലമുറകളെ അവരുടെ പാന്താവിലേക്ക് നയിക്കണം, അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധ്യമാകണം. മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം മുതൽ വളരെ അത്ഭുതങ്ങളാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അത്ഭുതമാണ്, ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ അത്ഭുതമാണ്, വിദ്യാർത്ഥിയായ ദർസിൽ ജീവിക്കുന്ന കാലം അത്ഭുതമാണ്. അങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അത്ഭുതകരമായി ലോകത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായി കുത്തുബാകാൻ ഭാഗ്യം ലഭിച്ച മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ലോകത്ത് അല്ലാഹുവിന്റെ മതത്തിനെ ഒരു വിലയും നിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ യുദ്ധങ്ങളും കൊള്ളിവെപ്പും കൊള്ളരുതായ്മയും അതുപോലെ തന്നെ കലാപങ്ങളും നിലനിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു നിയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഉമ്മ വഴിയും ബാപ്പ വഴിയും എത്തുന്ന പരമ്പരയിലാണ് മഹാനുഭാവന്റെ ജനനമുള്ളത്. അവരുടെ പിതാവ് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളവരാണ്, അവിടുത്തെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. ഒരു അത്തിപ്പഴം പോലും ഹറാമായത് മറ്റൊരാളുടെ പൊരുത്തമില്ലാത്തത് തന്റെ ഉള്ളിലേക്ക് കടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു പോയി അതിന്റെ ഉടമത്തെ കണ്ടെത്തിയിട്ട് പൊരുത്തപ്പെടിച്ച ലോകത്തിന് മുഴുവൻ അത്ഭുതമായി നമുക്കൊക്കെ പാഠമാകുന്ന രൂപത്തിലെ ചരിത്രത്തിനെ സൃഷ്ടിച്ച് കടന്നുപോയ അബൂ സാലിഹ് എന്ന് പറയുന്ന മഹൽവത്തിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കപ്പെട്ട മഹാനായ അബൂ സാലിഹ് എന്നവരുടെ ഓമന പുത്രനാണ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനുഭാവൻ ജനിച്ചത് ഒരു റമദാൻ ഒന്നിനാണ്, ജനിച്ചു വീഴുന്നത് റമദാൻ ഒന്നിനാണ്. സാധാരണയിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി കരയുകയും ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കുകയും ചെയ്യൽ പതിവാണല്ലോ. പക്ഷെ ആ കുഞ്ഞു ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, കൂടി എന്നവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. അപ്പോഴാണ് ഈ വാർത്ത എല്ലാവരും അറിയുന്നത്. അന്ന് റമദാൻ ഒന്നാണെന്ന കാര്യം എല്ലാവരും അപ്പോഴാണ് തിരിച്ചറിയുന്നത്. റമദാൻ ആയതുകൊണ്ട് ആ കുട്ടി ആ ഒരു ദിവസം മാത്രമല്ല, റമദാൻ 30 ദിവസവും ഉമ്മയുടെ മുലപ്പാല് പകല് കുടിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമല്ലാതെ ഉമ്മയുടെ മുലപ്പാലിന് വേണ്ടി ആ കുട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, കലർന്നിട്ടില്ല. അത്രയും അത്ഭുതം ജനിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ ഒരുപക്ഷേ സംശയിക്കുന്നവരുണ്ടാവും, ഇതെന്തൊരു സംഭവമാണ്, ഇതെന്തോ മായാവി കഥ പറയുന്നത് പോലെ ആരോ പടച്ചുണ്ടാക്കിയ കഥയല്ലേ, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണോ, ഇത് വിശ്വസിച്ചാലേ മുസ്ലിം ആവോ? അങ്ങനെയൊക്കെ സംശയിച്ചുകൊണ്ട് ചില ചോദ്യചിഹ്നങ്ങളുമായി കടന്നു വരുന്നവരെ, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ സംഭവിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുന്ന സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ നമ്മൾ നിഷേധിക്കേണ്ടി വരില്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോര കുഞ്ഞായിരിക്കുമ്പോ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലേക്ക് മഹദിയായ മൂസാ നബിയുടെ ഉമ്മ ഒഴുക്കി വിടുന്നു. അന്നത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് രാജാവായിരുന്ന ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് ആ പുഴയിലൂടെ ഒഴുകി ചെന്ന പെട്ടിയെത്തുന്നത്. ജനിച്ചു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയുന്ന ഫിറഔനിന്റെ മുമ്പിൽ നല്ല മനോഹരമായ സൗന്ദര്യമുള്ള ഒരു ചോര കുഞ്ഞിനെ കാണുമ്പോ അത് ആൺകുട്ടിയാണെന്ന് കാണുമ്പോ കൊന്നുകളയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ ഉപദേശം അഥവാ തന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ, തനിക്ക് മക്കളില്ലല്ലോ,
നമുക്കൊരു കുട്ടിയില്ലല്ലോ, നിങ്ങൾ മരിച്ചാൽ നമുക്കൊരു അനന്തരാവകാശി വേണ്ടേ, ഈ കുട്ടിയെ നമുക്ക് വളർത്താം, നമ്മുടെ വളർത്തു മകനാക്കാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വളർത്താനുള്ള സമ്മതം വാങ്ങുകയാണ്. കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. കൂട്ടത്തിലുള്ള സ്ത്രീകളെല്ലാം മുല കൊടുത്തു നോക്കി, പക്ഷേ കുഞ്ഞു മുല കുടിക്കുന്നില്ല. ഈ നാട്ടിൽ മുഴുവനും അത് പാട്ടാവുകയാണ്. ആ നാട്ടിന് മുഴുവൻ പാട്ടായപ്പോൾ മൂസ നബിയുടെ ഉമ്മയും ഈ സംഭവം, മൂസ നബിയുടെ ഉമ്മ മൂസാ നബിയുടെ അന്ന് ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരി അതാ പറഞ്ഞേക്കുന്നു കൊട്ടാരത്തിലേക്ക്. അവിടെ ചെന്നുകൊണ്ട് അവിടുത്തെ സംസാരങ്ങളും സാഹചര്യങ്ങളും വീക്ഷിച്ചു വരാൻ. ആ കുട്ടി നോക്കുമ്പോ, ആ പെൺകുട്ടി ചെന്ന് നോക്കുമ്പോൾ പാല് കുടിക്കാത്ത കുഞ്ഞിന്റെ വിഷമമാണ് കാണുന്നത്. ഉടനെ അതാ പെൺകുട്ടി പറയുന്നു, എന്റെ വീട്ടിൽ ഉമ്മയുണ്ട്, ആ ഉമ്മയെ ഞാനൊന്ന് വിളിച്ചുകൊണ്ട് വരട്ടെയോ? ഉമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പോയി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയെ കൊണ്ടുവരുന്നു. ആ ഉമ്മയുടെ കയ്യിലേക്ക് പൊന്നുമോനെ കൊടുക്കുമ്പോൾ അതാ കുട്ടി ആ ഉമ്മയുടെ മുലപ്പാല് കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കൂടിയുന്നവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. അവസാനം കുറെ ദിവസങ്ങൾ കൊട്ടാരത്തിൽ കഴിഞ്ഞുവെങ്കിലും ആ ഉമ്മ എനിക്കിവിടെ താമസിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്, എന്നെ വിടണമെന്ന് ആവശ്യപ്പെടുമ്പോ രാജാവാകുന്ന ഫിറഔൻ സമ്മതിക്കുന്നു. മോനെ കൂടി കൊണ്ടുപോയിക്കോളൂ, കുഞ്ഞിന് പാല് കൊടുത്ത് വലുതാക്കിയിട്ട് വിട്ടാ മതി. അല്ലാഹു തആല അവന്റെ വാഗ്ദാനം നടപ്പിലാക്കുകയാണ്. ഉമ്മയോട് പെട്ടിയിലാക്കി പുറയിലേക്ക് എറിയാൻ പറയുമ്പോ ഈ കുഞ്ഞിനെ അങ്ങേക്ക് ഞാൻ തിരിച്ചു തരുമെന്നൊരു വാഗ്ദാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം അല്ലാഹു ഇവിടെ നടപ്പിലാക്കുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ഉമ്മയെ തിരിച്ചറിയിച്ചു. ഉമ്മയുടെ പാല് കുടിക്കുന്നു. ഈ ചോര കുഞ്ഞിനെ എങ്ങനെയാണ് തനിക്ക് പാല് തന്ന മറ്റു സ്ത്രീകളൊന്നും ഉമ്മയല്ല എന്ന് മനസ്സിലായത്? തനിക്ക് ഇപ്പോൾ പാല് തരുന്ന ഉമ്മ സ്വന്തം ഉമ്മയാണെന്ന് എങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലായത്? ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെയെങ്കിൽ മൂസാ നബി എന്ന് പറയുന്ന കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ മഹാനായ ഈ ചരിത്രം നമ്മൾ നിഷേധിക്കണം? മാത്രമാണോ ചെറുപ്രായത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. അങ്ങനെ തന്റെ വീട്ടിൽ കഴിയുന്ന കാലം, തന്റെ യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായത്തിൽ പശുവിനെ മേച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്റെ കൂടെ കയറിൽ പിടിച്ചു നടക്കുന്ന പശു മഹാനായ ഈ കുട്ടിയോട് അബ്ദുൽ ഖാദർ എന്ന കുട്ടിയോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? മോനെ, നിന്നെ സൃഷ്ടിച്ചത് എന്നെ പോലുള്ള നാൽക്കാലികളെ ഇങ്ങനെ നയിച്ചു നടക്കാൻ വേണ്ടിയാണോ എന്നൊരു ചോദ്യമാണ്. അത്ഭുതത്തോടെ പശു സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തന്റെ മാതാവിന്റെ അടുക്കിലേക്ക് ഓടുകയാണ്. ആ ചെറുപ്പക്കാരനായ ആ യൗവന പ്രായക്കാരനായ മകൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന വേണ്ടി ഓടുകയാണ്. ഉമ്മയുടെ അടുക്കൽ ചെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ, ഈ ചരിത്രം കേൾക്കുമ്പോൾ പശു സംസാരിക്കോ എന്ന് സംശയിക്കുന്നവരുണ്ടാകും. അവിടെ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകും. ഇതും ഏതോ മായാവി കഥയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും. ചോദ്യശരങ്ങളുമായി വരുന്നവരുണ്ടാകും. സഹോദരങ്ങളെ മനസ്സിലാക്കണം, മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഉറുമ്പുകൾ സംസാരിച്ചതും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കേട്ടിട്ട് ചിരിച്ചതും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നതല്ലേ? അതിനെ നിങ്ങൾ നിഷേധിക്കേണ്ടി വരില്ലേ സഹോദരങ്ങളെ? മാത്രമാണോ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നിടത്ത് ആ അസ്ഹാബുൽ കഹ്ഫിനെ കാവൽ നിന്നിരുന്ന ഒരു നായ ഉണ്ടായിരുന്നു. ആ നായെ പലപ്പോഴും ഈ സഹാബാക്കൾ, ഈ അസ്ഹാബുകൾ അവരെ ആ നായെ ആട്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ ആ നായ പോകുന്നില്ല. ആരും ഇവിടെ ഇല്ല എന്ന്, മറ്റൊരാൾ ഇവിടെ ആളുകളുണ്ട് എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ് നായ ഓടിച്ചു വിളിച്ചത്. പക്ഷേ ആ നായ പറയുന്നത് എന്താണെന്നറിയണ്ടേ? ആട്ടി ഓടിക്കുന്ന ആ അസ്ഹാബുൽ കഹ്ഫിനോട് നായ സംസാരിച്ചത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എത്രയോ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നായ പറയുന്നത് ഇന്നീ ഉഹിബ്ബുൽ അഹ്ബാഇല്ലാ, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ, അല്ലാഹുവിന്റെ ഔലിയാക്കളായ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോവുകയില്ല.
ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ അസ്ഹാബുൽ കഹ്ഫിനെ കാവൽ നിന്ന നായ ഉണ്ടല്ലോ, ആ നായ സ്വർഗ്ഗത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നീട്ടിപ്പരത്തി പറയുന്നില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ അല്ലാഹു തആല നമുക്ക് നൽകിയതാണ് വലിയൊരു അനുഗ്രഹമാണ്. അവരെ മുറുകെ പിടിക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ, അവരെ അനുധാവനം ചെയ്യാൻ, അവരെ ഇഷ്ടപ്പെടാൻ, അവരെ സഹായിക്കാൻ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈമാനിന്റെയും തഖ്വയുടെയും അടയാളങ്ങളിൽപ്പെട്ടതാണ്. അവരെ ഇഷ്ടപ്പെട്ടാലോ നായക്ക് പോലും സ്വർഗത്തിൽ പോകാമെങ്കിൽ അവരോടൊപ്പം സ്വർഗത്തിൽ പോകാം. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പം സ്വർഗത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഔലിയാക്കളെ നിഷേധിക്കേണ്ടതില്ല, അവരെ മനസ്സിലാക്കണം. കണ്ണി കാണുന്ന പുല്ലിയും വിട്ടു നടക്കുന്ന ഏതെങ്കിലും അഭിനവ ഔലിയ എന്ന് ചമഞ്ഞു നടക്കുന്ന ആളുകളെ പറ്റിയല്ല ഈ പറയുന്നത്. യഥാർത്ഥ ഔലിയാക്കളെ കണ്ടെത്തുകയും അവരുടെ ചരിത്രം പഠിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് അവരെ അനുധാവനം ചെയ്യുകയും അവരെ ഓർത്തുകൊണ്ട് അവരുടെ ചരിത്രങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും വരും തലമുറകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഈ കാലത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയല്ലേ. സഹോദരങ്ങളെ, അവരെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നാളെ രക്ഷപ്പെടാം. ഇന്നവർ നമ്മുടെ കൂടെ ഇല്ല. എത്രയോ മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ എങ്ങനെയാണ് അവരെ ഇഷ്ടപ്പെടേണ്ടത്? അവരെ ഇഷ്ടപ്പെടേണ്ടത് അവരെ എന്നും ഓർക്കുകയും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും അവരുടെ മക്കാമുകൾ അവരിന്ന് കിടന്നുറങ്ങുന്ന മക്ബറകളിൽ പോയി അവർക്ക് സലാം പറഞ്ഞ് അവരെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. എന്നും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. അവരുടെ ആണ്ട് നേർച്ച വരുമ്പോഴെങ്കിലും അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിനോട് അവരെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യണം. അവരുടെ ശുപാർശ കൊണ്ട് ദുന്യവിയും മുഖ്റവിയുമായ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ.